നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമെല്ലാം അവൻ എന്ത് ചെയ്യട്ടെ? നിവർത്തിക്കട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാനിവിടെ നിന്നോണ്ടൊരു പ്രവചന ദൂത് പറയുക. ജീസസ് അല്പനാളുകൾക്കകം, അല്പമാസങ്ങൾക്കകം, ദിവസങ്ങൾക്കകം നിന്റെ ചില ആഗ്രഹങ്ങൾ ദൈവം നിവർത്തിച്ചു തരാൻ പോകും. ഏതൊക്കെ നെഗറ്റീവ് എനർജി വന്നാലും, ആരെല്ലാം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, നീ ആഗ്രഹിച്ചത് യഹോവയിൽ തന്നെ രസിക്കണം. ഈ ആഗ്രഹിച്ചേച്ച് നമ്മൾ നഷ്ടബോധത്തോടിരിക്കുക. ബ്രദറെ, ഭയങ്കര ആഗ്രഹമാണ്. എന്നാലും എൻ്റെ പൊന്ന് ബ്രദറെ, ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം കാണുമ്പോൾ ഈ ഉരുകി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. എങ്ങനെ ഉരുകി ഇങ്ങനെ ചിന്തിച്ചുരുകിയ അവരിങ്ങനെ ഈ കാന്തം ഇരുമ്പിനെ പിടിക്കുന്ന പോലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നൂലെ കെട്ടി കാന്തം താഴോട്ട് ഇട്ട് കൊടുത്താൽ ആ മണ്ണിനകത്തെങ്ങാണ് ഇരുമ്പിൻ്റെ ഒരു തരിയുണ്ട്, ഈ കാന്തം എന്ത് ചെയ്യും? കരുപ്പിടി എന്ന് പറഞ്ഞ പോലെ ചിലരിങ്ങനെ ഒരു പ്രശ്നം കാരണം അടുത്ത പ്രശ്നത്തെ കരുപ്പിടിക്കും. അയ്യോ, മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം. അന്നേരം മോന് ജോലി കിട്ടി. പിറ്റേ ആഴ്ച അയ്യോ മോടെ കാര്യം ഓർക്കുമ്പോൾ ആ സങ്കടം. മോക്കും ജോലി കിട്ടി. അതിൻ്റെ പിറ്റേ ആഴ്ച വീടിന്ന് പെയിൻ്റ് അടിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ ആ ദുഃഖം. സ്തോത്രം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്തോത്രം അടുത്തൊരു പ്രശ്നം. പഞ്ചായത്തിൽ പോകുന്ന മുഴുവൻ സാധനവും പിടിച്ചിട്ട് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞങ്ങളോട് പറയാം, ഉപദേശിച്ച് പ്രസംഗിച്ചോണം. ഞങ്ങളെന്തോ ചെയ്യാനാ? ഇങ്ങോട്ട് സഹകരിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, നീ ദൈവത്തിൽ രസിച്ചാൽ, നീ ദൈവത്തിൽ സന്തോഷിച്ചാൽ, നീ ആഗ്രഹിച്ചത് നിനക്ക് ലഭിക്കും. ഒരാമയും പറഞ്ഞാട്ട്. ദൈവം തരുമെന്നുള്ള സന്തോഷം, ദൈവം അത് തരാൻ പോകുവാന്നുള്ള സന്തോഷം നിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായാൽ നീ ആഗ്രഹിച്ചത് നിൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. എത്ര പേരതിന് ആമയും പറയും? ഇന്നെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഈ മർമ്മം പഠിച്ചപ്പോൾ മുതൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടത്തില്ല. സ്തോത്രം. എന്ത് പ്രശ്നം വന്നാലും അവിടെ കിടന്ന് മാലപ്പടക്കം പൊട്ടിക്കോട്ടെ, ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കും. യഹോവയിൽ തന്നെ രസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് ഡാൻസ് കളിക്കുന്നൊന്നുമല്ല. രസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക.